പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തൊഴിലില്ലായ്മ സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 3 ചോദ്യങ്ങൾ ചോദിച്ചു. തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിന്റെ സമീപനത്തെ വിമർശിക്കുകയും ചെയ്തു. 2024 തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിട്ടും പദ്ധതി നിർവചിക്കപ്പെട്ടിട്ടില്ലെന്നും അനുവദിച്ച 10,000 കോടി രൂപ ട്രഷറിയിലേക്ക് തിരിച്ചെത്തിയതായും ആരോപിച്ചു. തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിയെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി എന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. എന്നിട്ടും സർക്കാർ ഇതുവരെ ഒരനക്കവും നടത്തിയിട്ടില്ല. അതിനനുവദിച്ച 10,000 കോടി രൂപ തിരികെ നൽകി. തൊഴിലില്ലായ്മയെക്കുറിച്ച് പ്രധാനമന്ത്രി എത്രത്തോളം ഗൗരവമുള്ളവനാണെന്ന് ഇത് തന്നെ കാണിക്കുന്നുണ്ട്. വൻകിട കോർപ്പറേറ്റുകളെ അനുകൂലിച്ചും ഇന്ത്യയുടെ പരമ്പരാഗത കഴിവുകളെയും സൂക്ഷ്മ സംരംഭങ്ങളെയും മാറ്റി നിർത്തിയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. വലിയ കോർപ്പറേറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും ഫ്ലെയർ പ്ലേ ബിസിനസ്സുകളെക്കാൾ കൂട്ടാളികളെ പ്രോത്സാഹിപ്പിച്ചും ഉൽപാദനത്തെക്കാൾ അസംബ്ലിക്ക് മുൻഗണന നൽകിയും ഇന്ത്യയുടെ തദ്ദേശീയ കഴിവുകളെ അവഗണിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചത്.